തത്വവിചാരത്തിലേക്ക് ഒരു പ്രവേശം അങ്ങനെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അതതിൻ്റെ ഗുണവശമാണ്. അവർ ജിജ്ഞാസുക്കളെ വഴിതെറ്റിക്കുന്നില്ലേ? കുറേ വഴിതെറ്റും, കുറേ വഴിതെറ്റിക്കും. കുറേ തെറ്റുമ്പോഴാണല്ലോ ഇനി തെറ്റരുതെന്നൊരു ചിന്ത ഉണ്ടാവുക. അതൊക്കെ ഇതിൻ്റെ സ്വഭാവതേ. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ പ്രശസ്തനാവാൻ പറ്റൂ എന്നാണ് സ്ഥിതി. അത് ശരിയാ. അതിനേക്കാൾ എളുപ്പമാണ് പ്രശസ്തന്മാരായവരെ കുറ്റപ്പെടുത്തിയാലും വേഗം പ്രശസ്തനാവും, അല്ലേ? അത് പ്രശസ്തിയിലേക്കുള്ള വളരെ എളുപ്പ വഴിയാണ്. കൃഷ്ണ മഹാവൃത്തികെട്ട ആളാണ്, കംസനാണ് നല്ലത്. അതുപോലെ സമൂഹം ആദരിക്കുന്ന ആരാധിക്കുന്നവരെ നിന്ദിക്കുക. നമ്മൾ തുടർന്ന് പോന്നിട്ടുള്ള ഒരു സമ്പ്രദായം, നൂറ്റാണ്ടുകളായി ചരിച്ചിട്ടുള്ള രാജപാത, അതിനെക്കുറിച്ച് ദുഷിക്കുക. അതൊക്കെ ചെയ്താൽ എളുപ്പം പ്രസിദ്ധി കൈവരും. ഒന്ന് ഇളക്കണത് നല്ലതാണല്ലോ കൂടുതൽ ഉറയ്ക്കാൻ. അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്താൽ ഒരു കുഴപ്പവും ഇല്ല. ഈ ധർമ്മവ്യവസ്ഥയ്ക്ക് സ്വയം സംരക്ഷണത്തിനുള്ളൊരു സംവിധാനം ഉണ്ട്. ആ സംവിധാനത്തിൻ്റെ ഗതിയിൽ ഇതൊക്കെ അപ്രസക്തമായി തീരും. ബഹവസന്ധി ഗുരവ ശിഷ്യവിത്താപഹാരിണ ദുർലഭോയം ഗുരുർദേവി ശിഷ്യഹൃത്താപഹാരക. അല്ലയോ ദേവി, ശിഷ്യന്മാരുടെ പണത്തെ കൈക്കലാക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. എന്നാൽ ശിഷ്യന്മാരുടെ ഹൃദയത്തിലെ താപത്തെ ഇല്ലാതാക്കുന്ന ഗുരുക്കന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ഇന്നോ ഇന്നലെയോ പറഞ്ഞതല്ല. അത് ഓർമ്മിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല, ലോകത്തിലെല്ലാം ഉണ്ടാവും.